ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ആണ്ടുവട്ടത്തിൻ്റെ 33-ാമത്തെ ഞായറാഴ്ചയെന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭാ മാതാവ് നമ്മെ അന്ത്യനാളുകളിൻ്റെ യഥാർത്ഥ ആത്മീയ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ വായനകളെല്ലാം നമ്മെ നയിക്കുന്നത് ഒരു അന്ത്യകാല ജീവിതാനുഭവത്തെക്കുറിച്ചാണ്. ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെ പ്രത്യാശയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് പ്രേരണ നൽകുന്ന വായനകളാണ് നമുക്ക് നൽകുക. ആദ്യ വായനയിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: സൈന്യയുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. പ്രത്യാശ നൽകുന്ന വചനത്തോടുകൂടിയാണ് ആ വചനം അവസാനിക്കുക. ഈ ലോക ജീവിതത്തിനപ്പുറമുള്ള നിത്യതയെ പ്രതീക്ഷിച്ച് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് വേണ്ടി അവിടുന്ന് നീതി സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. ആ വലിയൊരു കൃപ നമ്മെ ഓർപ്പെടുത്തുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ നിന്നുള്ളതാണ്. അവിടെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക സംഭവം എന്നെന്നോ, കർത്താവ് വേഗം വരും, മാരാനാത്ത എന്ന പ്രാർത്ഥനയായിരുന്നു അവരുടേത്. കർത്താവ് വേഗം വരണമേ. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ ദൈവമായ കർത്താവ് വേഗം വരികയാണല്ലോ, പിന്നെ നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയിലൂടെയും വചനം കേൾക്കുന്നതിലൂടെയുമൊക്കെ കടന്നുപോയാൽ മതി എന്ന ഒരു ധാരണയിൽ മുന്നോട്ട് പോയപ്പോൾ അപ്പോസ്തലൻ അവർ തിരുത്തുന്നു: അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സമയത്തിൽ എല്ലാം ഈ ഭൂമിയിൽ സാധ്യമാകും. എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഓരോ ദിനവും നാം അധ്വാനിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോസ്തലൻ സ്വന്തം ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ മഹത്വത്തെ എടുത്തു പറയുന്നുമുണ്ട്. നാം ഈ ലോകത്ത് ജീവിക്കുന്ന കാലഘട്ടം അത്രയും നാം അധ്വാനിക്കുക തന്നെ വേണം. ഓരോരുത്തർക്കും ദൈവം നൽകപ്പെട്ടിരിക്കുന്ന കൃപകൾ ഉൾക്കൊണ്ടുകൊണ്ട് അധ്വാനത്തിലൂടെ ആവശ്യമായത് കണ്ടെത്തി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ദൈവഭയത്തിൽ വളരുന്ന വ്യക്തിയാണ് എന്നതൊന്നും തന്നെ നാം അധ്വാനിക്കാതിരിക്കാൻ കാരണമല്ല. ക്രിസ്തു സത്യമായി വീണ്ടും വരും എന്നത് സത്യമാണ്. എന്നാൽ അതിനെ പ്രതി നാം അധ്വാനിക്കാതെ ജീവിതം ജീവിച്ച് തീർക്കാമെന്ന് കരുതിയാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തീർച്ചയായും തിരസ്കരിക്കപ്പെടുന്ന അനുഭവമാണെന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷം ഏറെ ശ്രദ്ധായകമാണ്. ലൂക്കാ സുവിശേഷം 21-ാം അധ്യായത്തിൽ അന്ത്യനാളുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി യേശു പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നാം നയിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണെന്നും നാം പ്രത്യാശയുള്ളവരായി ഭൂമിയിൽ ജീവിക്കണമെന്നും യേശു ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ പ്രതിയും അവൻ്റെ വചനത്തെ പ്രതിയും നമുക്കുണ്ടാവുന്ന പീഡനങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യവും കൃപയും നൽകുകയാണ്. യേശു പറയുന്നു, ആ ദിനങ്ങളിൽ നിങ്ങൾ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ, ന്യായാധിപന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നോർത്ത് വിഷമിക്കേണ്ട. ആ നിമിഷം എതിരാളികൾക്ക് ചെറുത്ത് നിർത്താൻ കഴിയാത്ത വിധം വാത്സല്യതയും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. നമ്മൾ മാതാപിതാക്കളാൽ, സഹോദരങ്ങളാൽ, ബന്ധുമിത്രങ്ങളാൽ തിരസ്കൃതരാകുകയും ഒറ്റപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന ഉറപ്പെന്തെന്നോ, നിങ്ങളുടെ തലമുറയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അത് നശിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ സംരക്ഷിക്കും. ക്രിസ്തുവിനെ പ്രതിയും അവൻ്റെ വചനത്തെ പ്രതിയും അവസാന നാളുകളിൽ നമുക്ക് ദുരന്തങ്ങളും വേദനകളും സങ്കടങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം സുവിശേഷം പകരുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോവുക. യുദ്ധവും മാരകമായ ഭീകരാക്രമണവും വലിയ ദുരന്തങ്ങളും മാരകമായ രോഗങ്ങളുമൊക്കെ നമ്മൾ കൺമുമ്പിൽ കാണുന്നു. ഇത് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളാണോ എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നാം കൂടുതൽ ശ്രദ്ധയോടും പ്രതീക്ഷയോടും കൂടി ജീവിക്കേണ്ട കാലഘട്ടമാണ്. നാം കൂടുതൽ പ്രാർത്ഥനയിൽ അർത്ഥം അഭയം കണ്ടെത്തേണ്ടവരാണ്. വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു.
ഈ കാലഘട്ടത്തിൽ ഭയം കൂടാതെ ക്രിസ്തുവിന് സജീവമായി സാക്ഷ്യം നൽകുവാൻ വേണ്ട ആത്മീയ കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.